Hello everyone, welcome back to our channel. So നമ്മളെ സെക്കൻഡ് പാർട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ അലോക്കേറ്റ് ബഡ്ജറ്റ് ഓൺ വെറൈറ്റി ഓഫ് കാറ്റഗറീസിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് നമ്മളുള്ളത്. സോ ഇന്നത്തെ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ബ്രൈഡ്സിന് വളരെയധികം കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഭയങ്കര അധികം ടെൻഷനുള്ള ഒരു കാറ്റഗറിയാണ് അല്ലേ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഏത് ഡ്രസ്സാണ് നമ്മൾ ധരിക്കുന്നതെന്നുള്ളത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെഹങ്ക ധരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരുപാട് കളറിൻ്റെ കോമ്പിനേഷൻസിൻ്റെ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ പൊതുവേ നമ്മൾ പുതിയ സീസണിൽ അല്ലെങ്കിൽ പുതിയ ജനറേഷനിൽ ഡ്രസ്സസ് തമ്മിൽ കമ്പൈൻ ചെയ്തിടുന്ന സമയമാണ്, അതായത് ഗ്രൂമും ബ്രൈഡും. അപ്പോൾ ഏത് കളർ കോമ്പാണ് ആപ്റ്റ് ചെയ്യുക, ഏതാണ് നമുക്ക് ബേസ് ചെയ്യുക, ആൻഡ് ചില സ്കിൻ ടോണിന് ചിലതേ പറ്റുള്ളൂ. അപ്പോൾ ഏതാണ് ധരിക്കുക എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന വേറെ സംഭവം എന്ന് പറയുന്നത് ഇത് റെന്റിന് വേണോ അല്ലെങ്കിൽ എന്താണ് ഇത് നമുക്ക് എടുക്കണോ എന്നുള്ളത്. ഇപ്പം നമ്മൾ കണ്ടുവരാനുള്ള ഒന്നെങ്കിൽ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ കൊടുക്കും, ഏതെങ്കിലും ഒരു നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ്, അതായത് ഏതെങ്കിലും ചെയ്ത ഒരാളുടെ ഇപ്പോൾ റെഫറൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. എന്നിട്ട് അതുപോലെ ചെയ്യാൻ കസ്റ്റമൈസേഷൻ വരുന്ന ആ ടൈപ്പ് ഉണ്ട്. റെന്റിന് എടുക്കുന്നവരുണ്ട് ആൻഡ് അല്ലാണ്ട് നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ ഈ മുംബൈ അല്ലെങ്കിൽ രാജസ്ഥാൻ, സൂറത്ത് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നതെന്ന് ബേസ് ചെയ്തിട്ടാണ് അതിൽ നമ്മൾ ബഡ്ജറ്റ് വരുന്നത് അല്ലേ. റെന്റിന് എടുക്കുന്നതാണെങ്കിൽ ഐ തിങ്ക് ഒരു 10K അല്ലെങ്കിൽ 11-12Kൻ്റെ ഉള്ളിൽ നമ്മൾ വെഡ്ഡിങ് ഡ്രസ്സ് റെഡിയാവും. അതേ പക്ഷം നമ്മൾ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 15K 20K അല്ലെങ്കിൽ ഒരു 13K 14 1 lakh വരെയൊക്കെ പോകുന്നവരുണ്ട്. പിന്നെ അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അവർക്കാണെങ്കിൽ ബഡ്ജറ്റ് ട്രാവലിംഗ് എക്സ്പെൻസ് വരും, അവിടെയുള്ള സ്റ്റേ അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് വരും. അത് നമ്മൾ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനാണ്. കാരണം ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ പേഴ്സണൽ എക്സ്പെൻസസ് ആണെന്നാണ്. അല്ല, ഒരിക്കലല്ല, ഇതൊക്കെ നമ്മളെ വെഡ്ഡിങ് ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ആവുന്ന ഒന്നാണ്. അല്ല, നമ്മൾ കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന സമയത്ത്, അതായത് വെഡ്ഡിങ് ഡ്രസ്സിൽ നമ്മളെപ്പോഴും ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് ഇടുന്നത്, ലെഹങ്കയാണോ സാരിയാണോ. അത് കഴിഞ്ഞിട്ട് എത്രയാണ് നമ്മൾ അതിനുള്ള ബഡ്ജറ്റ് എന്ന് തീരുമാനിക്കണം. നമ്മൾ ഇപ്പോൾ തന്നെ കല്യാണ തലേ ദിവസം മെഹന്തി നൈറ്റ്, സംഗീത നൈറ്റിനൊക്കെ പൊതുവെ ഇല്ലാണ്ട് റെന്റിന് എടുക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ഗ്രൂം ബേസ്ഡ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബഡ്ജറ്റ് എന്ത് ചെയ്യണം, വെഡ്ഡിങ് ഡ്രസ്സിനായിട്ട് മാറ്റി വെക്കണം. ഇത് കാറ്റഗറി എന്ന് പറയുന്നത് ഫ്ലവേഴ്സിൻ്റെ ഡെക്കോസിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് എന്താണ്, നമ്മുടെ ഡെക്കോസ് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മളൊരു ബഡ്ജറ്റ് ഇടണം. ഇവിടെ എന്ന് പറയുന്നത് ഒരിക്കലും ഇത്ര എക്സ്പെൻസ് വരും എന്ന് നോക്കിയിട്ട് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നല്ല ബഡ്ജറ്റ്. ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഇതിനൊരു ബഡ്ജറ്റ് വേണം. അപ്പോൾ 30,000 ആണ് അല്ലെങ്കിൽ 50 ആണ് അല്ലെങ്കിൽ 1 lakh ആണ് അല്ലെങ്കിൽ 1 lakh എബോവ് ആണ് എന്നുള്ളൊരു എസ്റ്റിമേഷൻ നമുക്ക് വേണം. എന്നിട്ട് അത് ബേസ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡെക്കോറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ഡെക്കോസിൽ സ്റ്റേജ് ഡെക്കോർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഔട്ട്ഡോറുള്ള ഡെക്കോസൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറയണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഗാർലൻഡ്, അതുപോലെ തന്നെ ബൊക്കറ്റ്, പിന്നെ അതിൽ തന്നെ റോസ് പെറ്റൽസ്, സ്മോഗ്, പൈറൂസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കല്യാണത്തിന് നമ്മൾ ബബിൾസ്, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇതിനൊക്കെ കൂടി നമ്മൾ നല്ലൊരു ബഡ്ജറ്റ് കാണണം. നമ്മൾ ഫുഡിൻ്റെ അതേ ബഡ്ജറ്റ് വരുന്ന ഒന്നാണ് ഇത് പറയുന്നത് ഡെക്കോസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഡെക്കോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് ഫ്ലവർ, പ്ലാസ്റ്റിക് ഫ്ലവറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് എങ്ങനെയാണോ അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. ഫ്രഷ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് യൂസ് ചെയ്യണോ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ എന്തായാലും ശ്രമിക്കണം ബഡ്ജറ്റിൽ. ഇതൊരു കാറ്റഗറി, മെയിൻ കാറ്റഗറിയാണ്. ഇതിന് നല്ലൊരു ബഡ്ജറ്റ് എന്ത് ചെയ്യണം നമ്മൾ മാറ്റി. അടുത്ത നമ്മൾ കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ബഡ്ജറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പലരും മറന്നു പോകുന്ന ഒന്നാണ് ഈ കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെഡ്ഡിങ് നടത്തുന്നത് ഒരു ഔട്ട്ഡോറിലാണ് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരെയും അവിടെ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ഇനിയിപ്പോൾ ജില്ലകൾ തമ്മിലുള്ള, അതായത് ഡിസ്ട്രിക്ട് ബേസ്ഡ് ആയിട്ടുള്ള
കല്യാണങ്ങളാണ്. ഇപ്പോൾ ഒരാൾ നമ്മൾ കോട്ടയം, മറ്റൊരാൾ കൊല്ലം അല്ലെങ്കിൽ ട്രിവാൻഡ്രം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും കാണണം. പിന്നെ അതുപോലെ തന്നെ ബ്രൈഡിന് അന്ന് രാവിലെ അല്ലെങ്കിൽ ഏത് ടൈമിലാണോ കല്യാണം ഉള്ളത് ആ ടൈമിൽ നമ്മളെ പ്ലേസ് നിന്ന്, അതായത് വീട്ടിലാണെങ്കിൽ ഓക്കെ, വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്കോ അല്ലെങ്കിൽ റിസോർട്ട് അങ്ങോട്ടോ എങ്ങനെയും പോകണമെങ്കിൽ അവിടേക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനുള്ള ക്യാഷ് കൂടി നമ്മൾ കാണണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്രൈഡിനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മിനി കൂപ്പർ, റേഞ്ച് റോവർ, റോൾസ് റോയ്സ്, അങ്ങനെ ഒരുപാട് പ്രീമിയം കാർസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ലൊരു റെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അങ്ങനെ എൻട്രി പോലെ വീഡിയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്പോൾ നമ്മൾ ഫാമിലീസിനെ നമ്മളെ വെഡിങ് പ്ലേസൊക്കെ എത്തിക്കാനുള്ള എക്സ്പെൻസും അതുപോലെ തന്നെ ബ്രൈഡിനെ എൻട്രി ചെയ്യാനുള്ള ലക്ഷറി വെഹിക്കിളിൻ്റെ എന്തുകൂടി വേണം, റെൻറ്റ് കൂടി നമ്മളെ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് വെഡിങ് കേക്ക് പൊതുവെ ഇപ്പോൾ നമ്മൾ ഒരുപാട് തീമിൽ ചെയ്യാറുണ്ട്. 2 ടയർ, 3 ടയർ, 1 ടയർ ആൻഡ് താഴത്ത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ടയറൊക്കെ കൊടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ബഡ്ജറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 ടയർ വേണമെങ്കിൽ അതിൽ 2 ടയേഴ്സും ആർട്ടിഫിഷ്യലായി കൊടുത്തിട്ട് ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ആ ടയർ മാത്രം എന്ത് ചെയ്യാൻ ശ്രമിക്കാം, ഒറിജിനലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് എല്ലാവരും കഴിക്കണമെന്നൊന്നുമില്ല, ചിലപ്പോൾ വേസ്റ്റേജ് ആയി പോകും. അപ്പം നമ്മൾ അതിനുള്ള ബഡ്ജറ്റ് ഒരു 2000 അല്ലെങ്കിൽ 3 മാക്സിമം ഒരു 5K അടുത്തൊക്കെ വരുള്ളൂ. 5K ഒരു 7K ഉള്ളിലൊക്കെ കേക്ക്സ് വരുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ബഡ്ജറ്റ് നമ്മൾ എന്തായാലും വെഡ്ഡിങ് കേക്ക്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിന് ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചില ഗിഫ്റ്റ്സൊക്കെ എന്ത് ചെയ്യാണ്ട് പുതിയ രീതിയിലുള്ള ന്യൂജും വെഡിങ്സിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില ബോക്സസ് ആയിരിക്കാം, ചില സ്വീറ്റ്സ് ആയിരിക്കാം, ചോക്ലേറ്റ്സ് ആയിരിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ അവർക്കൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ്റെ ഒരു ഗെയിം കാർഡ്സൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഗിഫ്റ്റ്സ് അങ്ങനെ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ബഡ്ജറ്റ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ ഓവറോൾ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. ഈ ഗിഫ്റ്റ്സിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ബേസ് ചെയ്യണം. അതായത് ആദ്യം നമ്മൾ ഗിഫ്റ്റ്സിന് വേണ്ടിയിട്ടൊരു ബഡ്ജറ്റ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഗിഫ്റ്റ് എന്ത് വേണം തീരുമാനിക്കുക. കാരണം നമ്മൾ ബഡ്ജറ്റിൽ എത്ര രൂപയാണോ അത് ബേസ് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അല്ല ഗിഫ്റ്റ് ഏതാണോ എന്നിട്ട് അത് ഡിസൈഡ് ചെയ്ത് നമ്മൾ ബഡ്ജറ്റ് ആക്കിയാൽ നമ്മൾ ബഡ്ജറ്റ് പാളിപ്പോകും. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറീസിലാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബഡ്ജറ്റ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. ഇതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. അതിനുശേഷം ഓരോരോ കാറ്റഗറീസിലേക്കും എത്ര നമ്മൾ അലോക്കേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പം നല്ലൊരു വെഡ്ഡിങ് ബഡ്ജറ്റ് നിങ്ങൾക്ക് റെഡിയാക്കാൻ കഴിയട്ടെ. ഓക്കെ, ബൈ.